ഭക്ഷണം ശേഖരിക്കൽ, വസ്ത്രം ശേഖരിക്കൽ, അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല. അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇപ്പോൾ ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. അതുണ്ടാക്കിയ ആശയക്കുഴപ്പം ചില്ലറയല്ല. വളരെ കൃത്യമായി ദുരിതത്തിൽപ്പെട്ടവർക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്ന സകല സംവിധാനങ്ങളും താറുമാറായി. മുഖ്യമന്ത്രിയുടെ ഉത്തരവ് ലംഘിക്കാൻ കഴിയാതെ ഈ സംവിധാനത്തിന്റെ ഭാഗമായിരുന്ന ഉദ്യോഗസ്ഥന്മാർ പിന്മാറി. എത്ര ലജ്ജാവഹം! പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച് കയറ്റി അയച്ച സാധനങ്ങൾ വഴിയിൽ തടയപ്പെട്ടു. അവിടെ അനുഭവിക്കുന്ന പ്രതിസന്ധിയോ അവിടെ ഒരു സാധനം കിട്ടാനില്ല. കഴിച്ചു കൃഷ്ണ, എങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. അത്ര ദയനീയ അവസ്ഥയിലാണ് എന്നൊരു നഴ്സ് പറയുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ബോഡി അത്ര സ്മെല്ല് ചെയ്തോണ്ടിരിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്മെല്ല് പോവാനുള്ള എന്തെങ്കിലും തരം പെർഫ്യൂംസ് ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് എത്തിക്കണം. ബോഡി തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയും. പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മുഴുവനല്ല, ഇവൻ തന്നെ. എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഒരു കൂട്ടം നിൽക്കുമ്പോഴാണ് സർക്കാർ സംവിധാനം ഇത്തരത്തില് പ്രവർത്തിക്കുന്നത്. വളരെ പരിതാപകരമാണ്. എത്ര ദുരന്തമാണ് സർക്കാർ നിലപാട് നോക്കി. ഇവിടെ എല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് വരട്ടെ, ദുരിതാശ്വാസ നിധിയിൽ മാത്രം മതി. മനസ്സമാനോട് ജീവിക്കണ നിങ്ങൾക്ക് ആർക്കും ശൈക്കല്ലേ? എടോ തിരുമണ്ട, അന്നയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാൻ അല്ലടോ. ഈ കങ്കാരുൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയടാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നുമോനെ. ഞാൻ പോകുന്നു. ബൈ.